ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു 55 ലക്ഷം രൂപയുള്ള ഒരു അടിപൊളി വീടായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന വീടാണ് 2-3 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ്, ചുറ്റുമതിൽ 5 സെൻറ്റ് സ്ഥലം, കിണർ, റോഡ് ഫ്രണ്ടേജിൽ കേട്ടോ. ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജിലാണ്, തീരെ കയറ്റം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ബസ് ഇറങ്ങിയിട്ട് വെറും 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. പുതുപുത്തൻ വീടാണ്. അതുപോലെ തന്നെ ഫുള്ള് ജനവാതിലുകളും വാതിൽപ്പടികളും ഒക്കെ നല്ല പ്ലാവിൻ്റെ മരങ്ങൾ കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. 55 ലക്ഷം രൂപ ചോദ്യമാണ്, പ്രൈസ് നെഗോഷ്യബിൾ ആട്ടോ. ഞാൻ ഈ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഈ പുറത്തുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മുന്നിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന രീതിയിലുള്ള ഇത്രയും കാണുന്ന സ്പേസാണ് ഇതിൻ്റെ മുൻവശത്തുള്ളത്. ഉണ്ടല്ലേ, ഈ കാണുന്ന രീതിയിൽ ഇത്രയും സ്പേസ് മുന്നിലുണ്ട്. ഒരു ഇന്നോവ കാർ സുഖമായിട്ട് നമുക്ക് നിർത്തി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ആൾട്ടോ കാർ, ഇയോൺ കാറൊക്കെ ഇവിടെ നിർത്തി നമ്മളുള്ള സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ ഈ മതിൽ ഇവിടെ കുറച്ചുകൂടി ഒന്നുകൂടി ഇങ്ങോട്ടൊക്കെ പൊളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 വണ്ടി നമ്മളെ ഈ ഭാഗത്ത്, ഈ മുന്നിൽ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇത്രയും ഭാഗം സ്പേസ് മുൻവശത്തുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ കിണറുണ്ട്. കിണർ വളരെ ചെറിയ കിണറാട്ടോ, ഒരു കുഞ്ഞു കിണറാണ്. നല്ല അടിപൊളി നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. അപ്പം ഈ വീടിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. മുന്നിലൊരു 3 കവുങ്ങ്, അതുപോലെ തന്നെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മളൊരു വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ മുന്നിൽ നല്ല അടിപൊളി മരത്തിൻ്റെ ഡിസൈൻ ആട്ടോ. അല്ലേ, ഫുള്ള് നല്ല അടിപൊളി മരത്തിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല മരത്തിൻ്റെ ജനവാതിൽ, ഒരുപാട് ലൈറ്റിൻ്റെ സ്പോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് 55 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇടതുവശത്തൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പുത്തൻ പുതിയ വീടാണ്. 5 സെൻറ്റ് സ്ഥലമാണ്. കണ്ടില്ലേ, ഈ എല്ലാ മരത്തിൻ്റെ നല്ല പ്ലാവിൻ്റെ അടിപൊളി പ്ലാവിൻ്റെ വാതിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അത് ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയും. വീടിൻ്റെ ബാക്കിൽ ഇത് അത്രയും സ്പേസ് കേട്ടോ, അത്രയും സ്പേസ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അത്രയും സ്പേസ് ഉണ്ട്. വീടിൻ്റെ ഉൾവശത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് നല്ല ഉഗ്രം മരം കേട്ടോ. ഇതൊക്കെ നല്ല സൂപ്പർ മരമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു വീട്ടിലേക്ക് ആൾക്കാണെങ്കിൽ, വീടുണ്ടാക്കി വെക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല മരമൊന്നും കൊടുക്കൂല കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. കാരണം അത്രയും നല്ല ഇതിപ്പം വീടിൻ്റെ ഏറ്റവും വലിയ അടുക്കള ഭാഗമാണ്, പിറകശത്ത് പോലും എല്ലാം ക്വാളിറ്റി ഉള്ള കണ്ടോ. ഈ മരത്തിൻ്റെ ഒക്കെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യ ഫിനിഷിംഗ് ആണ്. നമ്മൾ ഒരു പൈസ കൊടുത്ത് വാങ്ങുന്ന മുതലിന് അതിൻ്റെതായിട്ടൊരു ക്വാളിറ്റി നമുക്ക് കാണുമ്പം നമുക്ക് കാണിക്കാൻ സന്തോഷം കേട്ടോ. ഈ ഒരു അടുക്കളേൻ്റെ ഒക്കെ ജനവാതിൽ കാണുന്ന അത്രയും അടിപൊളിയായിട്ടുള്ള ജനവാതിലാട്ടോ. ആ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വർക്ക് ഏരിയയാണ് നമ്മൾ കാണുന്നത്. വർക്ക് ഏരിയ, ഇവിടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു സെറ്റപ്പ്, അതുപോലെ തന്നെ കിച്ചൺ, വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ്. അവിടെ ടൈലൊക്കെ കൊടുത്തിട്ട് താഴത്തൊക്കെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ഇത് വലിയൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് വരുന്നുണ്ട്. ബെഡ്റൂമിനെ കണ്ടില്ല, നല്ല ഈ പ്ലാവിൻ്റെ ജനവാതിൽ കാണുമ്പോൾ തന്നെ നമ്മൾ അട്രാക്ട് ടൈപ്പ് കിട്ടും. കാരണം അത്രയും നല്ലൊരു രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് നല്ല വാതിൽപ്പൊടികളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ഫ്രണ്ട് സിറ്റൗട്ടൊന്ന് കയറി വരുമ്പോൾ വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. ഒരു ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടും അല്ല, ഒരു വലിയ ഹാളാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് ഉണ്ട്. ബാക്കിയുള്ള 2 ബെഡ്റൂം മുകൾ വശത്താണ് വരുന്നത്. ഈ കാണുന്നതാണ് ചെറിയൊരു വാഷ് ബേസിൻ സ്പേസാണ്. താഴത്തെ ഒരു ബെഡ്റൂം. ഇത്രയും ഡീറ്റെയിൽസാണ് താഴത്തുള്ളത്. ഇനി സ്റ്റെയർ കേസ് കയറി മുകൾ വശത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് നമ്മൾ വീഡിയോ ഇടുന്നതാണ്. കണ്ടോ, ഇവിടെയൊക്കെ നല്ലൊരു സിറ്റൗട്ട് ഫുള്ള് കണ്ടോ, മരത്തിൻ്റെ ക്വാളിറ്റി ആട്ടോ ഏറ്റവും വലുത്. ഈ കാണുന്നത് ഫുള്ള് പൊടി പിടിച്ചെടുക്കേണ്ട ആട്ടാണ് കിടക്കാത്തത്. ഇതൊരു സിറ്റൗട്ടാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് 2ാമത്തെ ബെഡ്റൂം ആട്ടോ. 2ാമത്തെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിനുള്ളത്. നല്ല അടിപൊളി വീടാണ്. താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ.